എൻ്റെ പ്രിയപ്പെട്ടവരെ, അടുത്ത തലമുറ ഗുണം പിടിക്കണമെങ്കിൽ, ആ വാക്ക് മോശമാണെങ്കിൽ ക്ഷമിക്കണേ, കല്ലെറിയാതിരിക്കണം. 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 കയ്യും കൂപ്പി ഞാൻ പറയുക, കയ്യും കൂപ്പി ഞാൻ പറയുക. ഞാൻ പല കുടുംബങ്ങളും ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഈ കല്ലെറിയുന്ന വീട്ടിൽ വളരുന്ന പിള്ളേർ ശരിയാകത്തില്ല. കല്ലെറിയുന്ന വീട്ടിൽ വളർന്ന പിള്ളേർക്കും ഒരു വല്ലാത്ത വിമർശനത്തിൻ്റെ സ്വഭാവമായിരിക്കും. അവരെ ചുറ്റിപ്പറ്റി എപ്പോഴും രോഗങ്ങൾ കാണും. അവരെ ചുറ്റിപ്പറ്റി എപ്പോഴും ഒരു നെഗറ്റീവ് എനർജി കാണും. നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ കഴിയുമോ? അടുത്തൊരു തലമുറ ജ്ഞാനത്തെ വളരാൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരു കല്ലും പോകാതെ കരമുയർത്തി. എൻ്റെ സഭ അടച്ചു കെട്ടിയ തോട്ടം വെച്ചിട്ടുണ്ടോ ആരെങ്കിലും? അടച്ചു കെട്ടിയ തോട്ടം. ഞാനതിന് വേലി കെട്ടി. എന്നിട്ട് ഞാൻ എന്ത് പറക്കിക്കളഞ്ഞു? കല്ല് പറക്കിക്കളഞ്ഞു. അപ്പോൾ ദൈവസഭ എന്ന് പറയുന്നത് അടച്ചു കെട്ടിയൊരു തോട്ടമാണ്. ഓരോ പ്രാദേശിക സഭയ്ക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അപ്പം ഇതിനകത്ത് പിന്നെ കല്ലില്ല. അതിനകത്തൊരു കോഴി എറിയാൻ കല്ലില്ല. അപ്പം നമ്മളെന്ത് ചെയ്യും? പുറത്തുനിന്നൊരു കല്ലെറിഞ്ഞു. ഇപ്പോൾ കോഴിയെന്ന് പറഞ്ഞൊരു കല്ലെറിഞ്ഞു. ഇനി അതിനകത്ത് കോഴി കയറിയാൽ പുറത്തുനിന്ന് കല്ല് തപ്പണ്ട, അകത്ത് എന്തോ കാണും? കല്ല് കാണും. പിന്നെ ഈ കല്ലെടുത്ത് അങ്ങോട്ട് എറിയും. അവിടുന്ന് ആ കല്ല് അവിടെ കിടക്കും. ആ കല്ലെടുത്ത് ഇങ്ങോട്ടിടും. അവസാനം ഈ കല്ലിട്ടവൻ്റെ ഉത്തരവാദിത്തം തപ്പുമ്പം ആദ്യം എറിഞ്ഞവനായിരിക്കും എൻ്റെ ഉത്തരവാദിത്തം. ശരിയല്ലേ? ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കും. കയ്യൊന്ന് നോക്കിക്കേ. കയ്യൊന്ന് നോക്കാൻ, പൊക്കാനല്ലേ ഞാൻ പറഞ്ഞു. കയ്യൊന്ന് നോക്കിക്കേ. ഈ കൈ പിടിച്ചോണ്ട് പറ, കർത്താവേ, എൻ്റെ കയ്യിൽ നിന്ന് ഒരു കല്ല് പോലും ദൈവസഭയ്ക്കെതിരെ, ദൈവദാസനെതിരെ ഇത് പോയാൽ തന്നെ കുഴപ്പമുണ്ട് പ്രിയരെ. മിരിയാമിന് അബദ്ധം പറ്റി. മിരിയാമിന് എന്തോ ചെയ്യാനത്തിൽ ദേഹത്തെ എല്ലാം എന്തു പോയി? കളറ് പോയി. മിരിയാമിൻ്റെ കളറ് പോകാനുള്ള കാരണം എന്നാ ചിന്തിച്ചിട്ടുണ്ടോ? മിരിയാം ആർക്കെതിരെ സംസാരിച്ചു? എന്ത് പറഞ്ഞാൽ സംസാരിച്ചേ? കൂശ്യ സ്ത്രീ നിമിത്തം. കൂശ്യൻ്റെ സ്ത്രീയുടെ പ്രത്യേകത എന്താ? കൂശ്യ സ്ത്രീയുടെ തൊലി എന്താണ്? കറുത്താണ്. അതുകൊണ്ട് വേസവാക്യമുണ്ട്, കൂശ്യന് തൻ്റെ എന്ത് മാറ്റാൻ കഴിയുമോ? ത്വക്കും പുള്ളിപ്പൊലിക്ക് തൻ്റെ പുള്ളി മാറ്റാൻ. അപ്പോൾ ഈ മിരിയാം മോശയുടെ ഭാര്യയെ കാണുമ്പോൾ പറയും, അയ്യോ എൻ്റെ ആങ്ങളെ എന്നെ നല്ല ചെറുക്കനാണോ, ഇവരെവിടെ പോയി കൊണ്ടുവന്നാണോ ഇത്? നാത്തുമ്പോരടിച്ചതാ. പക്കാ നാത്തൂനെ നാത്തൂൻ കളിയാക്കിയത് എന്താ പറഞ്ഞ? കളറ് പറഞ്ഞ. സുന്ദരിയായ നാത്തൂൻ, അത് നമ്മുടെയൊക്കെ വീടുകളുള്ളതാണ്. എൻ്റെ ആങ്ങളെ ഒരുത്തനെ കെട്ടിക്കൊണ്ട് വന്നു, എൻ്റെ ദൈവമേ കൂടെ കൊണ്ട് നടക്കാനൊക്കെ സകല പ്രശ്നങ്ങളുടെയും പുറകിൽ ഈ നാത്തൂന്മാരാ. ഏത് വീട്ടിൽ ഏത് മരുമകൾ കണ്ണീര് കുടിച്ചിട്ടുണ്ടോ? അതിൻ്റെ എല്ലാം പിന്നെ പ്രധാന സൂത്രധാരി കെട്ടിച്ചു വിട്ട നാത്തൂനോട് അമ്മായിമ്മ ഫോൺ വിളിച്ചിട്ടുണ്ടോ, അന്ന് ഈ വീട്ടിൽ കലഹമുണ്ടാകും. അതുകൊണ്ട് ഈ നാത്തൂന്മാരെ എല്ലാം ദൈവം ന്യായം വിധിക്കും. വളരെ കുറച്ച് നാത്തൂന്മാരേ ഉള്ളൂ വഴക്കുണ്ടാക്കാത്ത നാത്തൂന്മാർ. അവരെന്നിട്ട് ഒന്നും അറിയാത്ത പോലെ മിണ്ടാതിരിക്കുക. അവർക്ക് വലിയ സന്തോഷമാണ്. ഇളക്ക് അതിപ്പം തുടങ്ങിയതല്ല, മിരിയാമിൻ്റെ കാലം തുടങ്ങിയത്. മിരിയാം തൊലി പറഞ്ഞ് കളിയാക്കി. മിരിയാമിൻ്റെ എന്ത് പോയി? തൊലിയുടെ കളറ് പോയി, കുഷ്ഠം പിടിച്ചു. ഏത് ഭാഗം നമ്മൾ പറയുന്നോ അവിടെ നമുക്കൊരു ചെറിയ ന്യായവിധി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വേദോസം പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ പറയുന്ന ഏത് നിസാര വാക്കിനും എന്ത് പറയേണ്ടി വരും? കണക്ക് പറയേണ്ടി വരും. അതുകൊണ്ടാണ് കേൾപ്പാൻ വേഗതയും പറയാൻ താമസവും എന്ന് പറഞ്ഞ്. കേൾപ്പാൻ വേഗതയും. ഞാൻ ചില എനിക്ക് ദേഷ്യം ഒട്ടും കുറവുള്ളൊരു മനുഷ്യനൊന്നും അല്ല. അത് ഈ പാരമ്പര്യ സ്വഭാവമാണ്. പാരമ്പര്യ ബന്ധനം എന്നൊക്കെ പറയുന്നത് നമ്മൾ പറയും ശാപമല്ല മാറിയെന്ന്. ശാപമെല്ലാം മാറിയായിരുന്നെങ്കിൽ നിങ്ങളുടെ അച്ചായൻ്റെ കോപം നിങ്ങളുടെ കയ്യിലും ഇല്ലേ? എൻ്റെ മോൻ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അവൻ ചില സമയത്ത് ചാടിക്കുന്ന കണ്ടാൽ എൻ്റെ വല്യപ്പൻ എങ്ങനെ കാണിച്ചോ അതുപോലെ തന്നെ കാണിക്കുന്ന പോലെ കാണാം. അപ്പം അതേ ദേഷ്യം, അതേ ഭാവം. അപ്പോൾ ഈ ബന്ധനങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ട് വരും. പാരമ്പര്യം നമ്മളതിനെ റിയലൈസ് ചെയ്ത് ഇറക്കി വിടണം. അപ്പം പാരമ്പര്യമായിട്ട് നമ്മളിലേക്ക് വന്ന പറയാനുള്ള പ്രവണതകൾ, അതിനിടയ്ക്ക് ഇച്ചിരി സമയം കിട്ടിയാൽ പറയാൻ വരുന്നത് എന്ത് പറയത്തില്ല. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക, ദൈവത്തോട് പറയണം, എനിക്ക് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഒരിച്ചിരി സമയം കിട്ടാൻ പ്രാർത്ഥിക്കും. ഞാൻ ചിലപ്പോൾ ദേഷ്യപ്പെട്ട് ഫോൺ ചെയ്യും. തമ്പുരാൻ്റെ കൃപയാൽ അവരെടുക്കത്തില്ല. 1 മണിക്കൂർ കഴിയുമ്പോൾ അവർ തിരിച്ചു വിളിക്കും. പാസ്റ്റർ എന്തിനാണ് വിളിച്ചത്? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടൊരു പ്രേരണ ഉണ്ടായിട്ട് വിളിച്ചതാണ്. സന്തോഷമായിട്ടിരിക്കുന്നുണ്ടല്ലോ. അന്നേരം അവരെടുത്തായിരുന്നെങ്കിൽ ഞാനും വല്ലതും പറഞ്ഞാൽ എൻ്റെ കൃപയും പോയേനെ, അവരുടെ കൃപയും പോയേനെ. തമ്പുരാൻ്റെ കൃപയാൽ ഫോൺ എടുപ്പിച്ചില്ല. പക്ഷേ ആ 1 മണിക്കൂർ കൊണ്ട് ഞാൻ നോർമലായി.
അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പെട്ടെന്ന് ഭർത്താവിനോടാണെന്ന് പല്ലുകടിയിച്ച് ചാടി അങ്ങോട്ട് ചെല്ലരുത്. നമ്മൾ ഈ എന്തോ പറയേണ്ടത് നമുക്കറിയത്തില്ല. ഇങ്ങനെയല്ലേ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നേ. ഇന്നൊരു ദൈവദാസൻ ഇന്നലെ രാത്രി എന്ന് പറഞ്ഞു, ഒരമ്മ, നല്ല അമ്മമാരൊക്കെയുള്ള ഇപ്പം ക്രിസ്മസും അല്ലേ, ഈ അവധിക്ക് നമ്മുടെ പെൺപിള്ളേരുടെ എല്ലാ ഒരു കുഴപ്പം, നേരം വെളുത്താൽ എന്തോ ചെയ്യത്തില്ല, എഴുന്നേക്കത്തില്ല. പ്രത്യേകിച്ച് ആണും എഴുന്നേക്കത്തില്ല, പെണ്ണും എഴുതി. പണ്ടൊക്കെ പെൺപിള്ളേർ എഴുന്നേക്കാൻ, ഇപ്പോഴത്തെ പെൺപിള്ളേരും 12 മണിയാകുമ്പം പല്ലും തേച്ചുകൊണ്ട് എഴുന്നേറ്റ് വരുന്ന കാണത്തില്ലേ. അപ്പം മിക്ക അമ്മ ഈ പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ അങ്ങ് തുടങ്ങും. ഡേ നീ അനുഭവിച്ചോളൂ വഴി ഇപ്പോഴല്ലടി, എപ്പോഴാ കെട്ടിച്ച് വിടുമ്പോൾ അനുഭവിക്കടി, അന്നേരം വടി തട്ടുകെട്ടുമ്പോൾ നീ പഠിച്ചോളൂ പടി. ഇത് ഒരു പാസ്റ്റർ എന്നോട് പറഞ്ഞാണ്, പുള്ളി ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുക, എന്നും രാവിലെ ഈ അമ്മ ഇത് പറയുന്ന കേൾക്കുന്ന, നീ അനുഭവിക്കടി, കെട്ടിച്ച് വിടുമ്പോൾ നീ കിടന്നോടി, അനുഭവിക്കും. ഇപ്പം കെട്ടിച്ച് വീട്ടിൽ തല്ലോട് തല്ല്. ഉടനെ ഒരു ദിവസം പാസ്റ്ററെ കണ്ടപ്പം പാസ്റ്റർ പറഞ്ഞത്, പാസ്റ്ററോട് പറഞ്ഞത്, അമ്മച്ചി എൻ്റെ പൊന്ന് പാസ്റ്ററെ പ്രാർത്ഥിക്കണേ, അവൻ്റെ കൈ ഒടിയാൻ പ്രാർത്ഥിക്കണേ, കാരണം അവൻ എൻ്റെ ഭാര്യ മോളെ എടുത്തിട്ട് തല്ലു. അവൻ പാസ്റ്റർ പറഞ്ഞു, അവൻ്റെ കൈ ഒടിയാനല്ല പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങളുടെ വായടയാനാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം ആ കൊച്ചിനെ നിങ്ങൾ ഇഷ്ടം പോലെ രാവിലെ എന്നും ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, കിടന്നുറങ്ങിക്കോടി, നീ അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്ത് ചെയ്തോളൂ, അനുഭവിക്കുക. ആര് പറഞ്ഞതാ? നമ്മൾ പറഞ്ഞു. അതുകൊണ്ടാണ് കേൾപ്പാൻ വേഗതയും പറയാൻ താം. നമ്മുടെ കയ്യിൽ നിന്നൊരു കല്ല് പോകാതിരിക്കാൻ ആർക്കെതിരെയും, സഭയ്ക്കെതിരെയും, ദൈവദാസന്മാർക്കെതിരെയും, വീട്ടുകാർക്കെതിരെ. ഞാൻ സാറിന് കുടുംബാരോഗ്യ രംഗത്ത് പറയുന്നുണ്ട്, നമ്മുടെ കയ്യിലെ കല്ലുകൾ ഇങ്ങനെയാണ് പോകുന്നത്. രാവിലെ അച്ഛൻ കുളിക്കാൻ കയറി, കുളി കഴിയാറായി. കുളി കഴിഞ്ഞപ്പോൾ അച്ഛൻ തോർത്തെടുത്തില്ല. അവിടെ കിടന്നുകൊണ്ട് അലച്ചു കൂവി, എടിയേ എന്തുവാ തോർത്ത്. അപ്പോൾ എടി അങ്ങ് ദോശ ഇട്ടുകൊണ്ടിരിക്കുക. എടി ഓടി വന്നപ്പം ഈ അച്ഛൻ ഈ കതക് തുറന്ന് തല മാത്രം പുറത്തിട്ട്, എടി അതിങ്ങോട്ട് താടി. അണ്ണ ഇവിടെ ചോദിച്ചു, ഏതാ? എടി മണ്ടേ അതിങ്ങോട്ട് തരാൻ. ഏതാ? ഇടി അതിങ്ങോട്ട് തരാൻ. അപ്പം ഇവിടെ ഈ ദോശ ചുട്ടോണ്ടിരിക്കുകയല്ലേ. അപ്പം ചോദിച്ചെന്ന്, ഇതാണോ മനുഷ്യൻ ചോദിച്ചു. ഏതാ ചട്ടുക? ഒന്ന് അയാൾ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞത്, അല്ലെങ്കിൽ നിന്നെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യം. അവൾക്ക് അവൾ പറഞ്ഞു, വല്ലതും പറയാനുണ്ടോ? എന്നെ പറഞ്ഞോണം, എൻ്റെ വീട്ടുകാരെ എങ്ങാനും പറഞ്ഞാൽ. ഒന്ന് അയാൾ ചോദിച്ചു, പറഞ്ഞാൽ നീ എന്തോ ചെയ്യും? ഒന്ന് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ കൊണ്ടും കൂടുതൽ വായിപ്പിക്കരുത്, നിങ്ങളുടെ തള്ളയുടെ പെങ്ങളുടെ വിശേഷം എന്നെ കൊണ്ടും കൂടുതൽ എന്ത് ചെയ്യരുത്, വായിപ്പിക്കരുത്. വല്ല കാര്യമുണ്ടോ? ഇല്ല. ഇയാൾക്ക് വേണേൽ പറയാം, ഇടി അത് താടി തോർത്ത് തരാം, പോട്ടെ. എന്നാലും ആ മനുഷ്യൻ പറയുമ്പോൾ, ഏതായാലും ഇവ കുറപ്പാണ്, കുളിമുറി ചട്ടുകം വേണ്ട. ഏതെങ്കിലും ഭർത്താവിന് കുളിമുറി ഇതന്നെ ദോശ തിരിച്ചിടാനാണ്, കുളിമുറി ചട്ടുകം വേണോ? വേണ്ട. അപ്പോൾ അവക്കും ഈ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം നമ്മുടെ വായിലെ വാക്കാണ്. അവിടം ശരിയായി നമ്മുടെ ചിന്തകളെ ഒരിക്കലും പിശാചിന് പിടിക്കാനൊക്കത്തില്ല. ദൈവത്തിനതറിയാം, പക്ഷെ ചിന്തകളെ പിശാച് പിടിക്കും. നമ്മളെല്ലാവരും ബന്ധിക്കപ്പെടുന്നത് വാക്കിനാലാണ്. അതുകൊണ്ട് വാക്കുകൾ, കല്ലുകൾ പോകാതിരിക്കാൻ, അതാരെയും മുറിയിക്കാതിരിക്കാൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ പലപ്പോഴും ഹൃദയത്തിൽ നിന്ന് സ്തോത്രം വരുത്തുന്നവരല്ല, ഹൃദയത്തിൽ നിന്ന് എന്ത് വരുത്തും? നെടുവീർപ്പ് വരുത്തും. സത്യമായിട്ടും ഒന്ന് ചിന്തിച്ച് നോക്കിക്കുക. നിങ്ങളുടെ അമ്മായിമ്മ നിങ്ങളെ ഓർത്താൽ സ്തോത്രം പറയുമോ? നെടുവീർപ്പിടുമോ? അല്ല. നിങ്ങളുടെ അമ്മായിമ്മയെ നിങ്ങൾ ഓർത്താൽ എന്താ പറയും? സ്തോത്രം പറയുമോ? നെടുവീർപ്പിടുമോ? ഒന്ന് ഓർത്ത് നോക്കി. പലപ്പോഴും നമ്മളെ ഓർക്കുന്നവരൊക്കെ എന്തോ ഇടും? നെടുവീർപ്പിടും. ഒരു നെടുവീർപ്പ് പോലും ഉയരാതിരിക്കാമെങ്കിൽ നമ്മുടെ വീടുകൾ അനുഗ്രഹിക്കപ്പെടും. പകരം എന്ത് ഉയരണം? നമ്മളെ ഓർക്കുന്നവരെല്ലാം സ്തോത്രം ചെയ്യണം. നമ്മളെ ആരോർത്താലും മേലോട്ട് ഞെട്ടലല്ല ചെല്ലേണ്ടത്. നമ്മളെ മേലോട്ട് സ്തോത്രം ചെന്നാൽ താഴോട്ട് അനുഗ്രഹം വരും. ആ അനുഗ്രഹം ആർക്കായിരിക്കും? പൈതൽ വളർന്നും ജ്ഞാനം നിറയും, ആത്മാവിൽ ബലപ്പെട്ടു പോകും.